പ്രേക്ഷകരെ, നമ്മളിപ്പം നിൽക്കുന്നത് മൂലമറ്റത്തുള്ള ത്രിവേണി സംഗമം എന്ന മനോഹരമായ നദിയുടെ തീരത്താണ്. നദി എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. നദികളുടെ 3 നദികൾ ഒന്നിച്ച് സമ്മേളിക്കുന്ന മനോഹരമായ ഒരു ഭൂപ്രദേശത്തിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ നേരെ കാണുന്നത്, അവിടെ കാണുന്നത് മൂലമറ്റത്തു നിന്ന് വരുന്ന കരണ്ട് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം തുറന്നു വിടുന്ന വെള്ളമാണ്. അത് നേരെ കാണുന്ന അവിടെ നിന്ന് വരുന്നത്. പിന്നെ അങ്ങനെ ഇടയ്ക്ക് നദികൾ, ആ 3 നദികളുടെ ഒരു സമ്മേളന സംഗമം, അതിനാണ് ഇതിന് ത്രിവേണി സംഗമം എന്ന് വിളിക്കുന്നത്. ഇവിടെ മനോഹര പ്രദേശമാണെങ്കിൽ തന്നെയും ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഇതിൽ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് പലപ്പോഴും നിശ്ചയമില്ല. മനുഷ്യൻ്റെ ജീവനെ എടുക്കുന്ന അപകട ചുഴികൾ ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇവിടെ ഒരു തൂക്കുപാലമുണ്ട്. 3-4 പേർക്ക് ഒരുമിച്ച് നിൽക്കാനേ പറ്റത്തുള്ളൂ. 2 ഗ്രാമങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മനോഹരമായ തൂക്കുപാലമാണ്. അനേക സഞ്ചാരികൾ ദിവസേന വന്നു പോകുന്നുണ്ട്. ഇവിടെ കടന്നു വരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതിൻ്റെ തീരങ്ങളിൽ നിൽക്കുക തന്നെയല്ല, അതിൽ ഇറങ്ങിയാലുള്ളൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ തീരപ്രദേശം കണ്ടില്ലേ, ഇതിൻ്റെ സൈഡ് കെട്ടിയിരിക്കുന്നതാണല്ലോ. അത് കഷ്ടിച്ച് ഒരാൾക്ക് നടന്നു പോകാനുള്ള വീര്യം മാത്രമുണ്ട്. ഒത്തിരി സഞ്ചാരികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാരൊക്കെ കടന്നു വന്നിട്ട് ഇതിൻ്റെ അകത്ത് കുളിക്കാനിറങ്ങുകയും അപ്രതീക്ഷിതമായി വരുന്ന വെള്ളത്തിൻ്റെ ഒഴുക്ക് അവർ പ്രതീക്ഷിക്കുകയില്ല. പെട്ടെന്ന് ഒഴുക്കിൽപ്പെടുകയൊക്കെ ചെയ്യുന്നത് സർവ്വസാധാരണമാണ്. കഷ്ടിച്ച് ഒരാൾക്ക് മാത്രമേ ഇത് ഈ ത്രിവേണി സംഗമത്തിൻ്റെ ഈ നദിയുടെ കരയിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. കൈവരികളൊന്നുമില്ല സൈഡിൽ. ഒരാൾക്ക് മാത്രം കടന്നുകൊണ്ടോ ഒറ്റൊരാൾക്ക് പോകാനുള്ള സ്പേസേ ഉള്ളൂ. അതിൻ്റെ കൈവരികളില്ല. ആദ്യമായി വരുന്ന സഞ്ചാരികൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. അവർ ആവേശത്താൽ ഒരുപക്ഷെ ആ നദിയിൽ ഇറങ്ങുകയും അതിൻ്റെ സൈഡിൽ ഇരിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ വരുമ്പോൾ അപകട സാധ്യത കൂടുതലാണ്. തന്നെയുമല്ല, ഈ ഒഴുകുന്ന വെള്ളത്തിൻ്റെ അളവ്, ഇപ്പോൾ സാധാരണ വെള്ളത്തിൻ്റെ അളവേ ഉള്ളൂ. പക്ഷേ മൂലമറ്റത്ത് വൈദ്യുതി അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന ചില സമയങ്ങളുണ്ട്. ആ സമയത്ത് ഇവിടെ നിന്ന് വെള്ളം അധികമായിട്ട് ഈ നദിയിൽ നീരൊഴുക്ക് വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ ഈ വെള്ളം കുറവാണല്ലോ എന്ന് വിചാരിച്ച് ഇതിൽ ഇറങ്ങി നിൽക്കുന്ന സഞ്ചാരികൾ ഈ അപ്രതീക്ഷിതമായി വരുന്ന നീരൊഴുക്കിനെ, വെള്ളത്തിൻ്റെ ഒഴുക്കിനെ പ്രതീക്ഷിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ ഭയങ്കരമായ അപകടങ്ങൾ ഇവിടെ പതിയിരിപ്പുണ്ട്. അത് ഇവിടെ വരുന്ന സഞ്ചാരികൾ ശ്രദ്ധിക്കണം. ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. ഞങ്ങൾ അവിടെ ഇന്നലെ പോയി ഈ നദിയുടെ മനോഹരമായിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പകർത്തിയെങ്കിലും ഇതിൽ നാട്ടുകാരുടെ ചില അഭിപ്രായങ്ങളെ ഞങ്ങൾ കേട്ടു. ഇവിടെ നിന്ന് നേരെ കാണുന്നുണ്ടോ, അത് മൂലമറ്റം പ്രദേശം വരുന്ന വെള്ളമാണ്. ആ നേരെ കാണുന്നത്. ഇനിയും വരുന്ന സഞ്ചാരികൾ ശ്രദ്ധിക്കുമല്ലോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ട ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇടുക്കി മൂലമറ്റം. ആ മൂലമറ്റത്തും ഏകദേശം കുറച്ച് സഞ്ചരിച്ചാൽ ഒരു തൂക്കുപാലം കയറി വന്നാൽ ഈ പ്രദേശത്തെത്താം. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് നടന്ന ഒരു അപകടത്തിൽ ഇവിടുത്തെ നാട്ടുകാർ ഒരു വടവൊക്കെ ഇട്ട് കൊടുത്താണ് 4 ചെറുപ്പക്കാരിൽ 2 പേരെ രക്ഷിക്കുകയും ഒക്കെ ചെയ്തു പറഞ്ഞ് കേൾക്കുന്നു. അതുകൊണ്ട് യുവാക്കൾ ഇവിടെ കടന്നു വരുമ്പോൾ വെള്ളത്തിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് അല്ലെങ്കിൽ ഒഴുക്കില്ല എന്ന് വിചാരിച്ച് പെട്ടെന്ന് ഇറങ്ങൽ, ചിലപ്പോൾ അപ്രതീക്ഷിതമായി വരുന്ന വെള്ളം നിങ്ങളെ അപകടത്തിലാക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. 3 നദികളുടെ സംഗമ സ്ഥലം ത്രിവേണി സംഗമം വളരെ മനോഹരമായൊരു പ്രദേശമാണ്. ഈ 3 പുഴകളും ഒന്നിച്ച് പിന്നെ ഒഴുകി ചെല്ലുന്നത് മൂവാറ്റുപുഴ ആറിലേക്കാണ്. അതിനിപ്പുറം
നമ്മുടെ മലങ്കര ഡാമിൽ ഈ വെള്ളം ചെന്ന് എത്തുകയും വീണ്ടും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ മൂലമറ്റം പവർ ഹൗസിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച വെള്ളവും മറ്റ് 2 നദികളും ഒന്ന് ചേർന്ന് ത്രിവേണി സംഗമമായി അതൊഴുകി മലങ്കര ഡാമിൽ ചെന്നിട്ട് വീണ്ടും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അനുഗ്രഹീതമായ ഒരു മനോഹരമായ നദിയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ അടിയൊഴുക്കുള്ള സ്ഥലങ്ങളുണ്ട്. അത്